ലോകത്തിലെ ഏറ്റവും വലിയ ദ്രവീകൃത പ്രകൃതിവാതക കയറ്റുമതി പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഖത്തറി സമുച്ചയത്തിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ വ്യാപകമായ നാശനഷ്ടം സംഭവിച്ചുവെന്ന് റിപ്പോർട്ട്. ഈ മാസം ആദ്യം ഉൽപാദനം നിർത്തലാക്കുന്നതിന് മുൻപ് ആഗോള വിതരണത്തിന്റെ 1/5 നൽകിയിരുന്ന LNG പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിലാണ് ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായത്. 4 മിസൈലുകളെ തടഞ്ഞെങ്കിലും ഒന്ന് നിർവീര്യമാക്കാൻ സാധിച്ചില്ല എന്ന് അധികൃതർ ബുധനാഴ്ച വൈകി അറിയിച്ചു. മണിക്കൂറുകൾക്ക് ശേഷം അബുദാബിയിലെ ഹബ്ഷാൻ ഗ്യാസ് പ്ലാന്റുകളിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണതിനെ തുടർന്ന് അവ അടച്ചുപൂട്ടി. വ്യാഴാഴ്ച പുലർച്ചെ റാസ് ലഫാനിൽ ഉണ്ടായ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തമുണ്ടായി. തീ നിയന്ത്രണ വിധേയമാക്കിയെന്ന് ഖത്തർ അധികൃതർ അറിയിച്ചു. ഇറാനിലെ ഭീമൻ സൗത്ത് പാർസ് ഗ്യാസ് ഫീൽഡ് ഇസ്രായേൽ ആക്രമിച്ചതിനെ തുടർന്ന് അസംസ്കൃത വസ്തുക്കളുടെയും പ്രകൃതിവാതകത്തിന്റെയും വില ഇന്നലെ രാവിലെ കുതിച്ചുയർന്നു. ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിലെ നിരവധി ഊർജ്ജ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. റാസ് ലഫാനെതിരെയുള്ള പ്രതികാര ആക്രമണം പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് വുഡ് മക്കൻസി ലിമിറ്റഡിന്റെ കൺസൾട്ടൻസിയിലെ യൂറോപ്പ് ഗ്യാസ് ആൻഡ് LNG ഡയറക്ടർ ടോം മാർസെക് മാൻസൺ പറഞ്ഞു. വ്യാവസായിക സമുച്ചയത്തിന്റെ ഏത് ഭാഗമാണ് തകർന്നതെന്ന് ഞങ്ങൾക്ക് ഇതുവരെ അറിയില്ല. പക്ഷേ വ്യാഴാഴ്ച വിപണി തുറക്കുമ്പോൾ ഗ്യാസ് വില എന്താകുമെന്ന് പറയാനാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആക്രമണത്തിനു ശേഷം എണ്ണവില 8% ഉയർന്ന ബാരലിന് $111.9 ആക്രമണത്തെ തുടർന്നുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ആക്രമണത്തിന് പിന്നാലെ ഇറാനിയൻ സൈനിക സുരക്ഷാ അറ്റാഷുമാരോടും അനുബന്ധ ജീവനക്കാരോടും 24 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാൻ ഉത്തരവിട്ടു കഴിഞ്ഞു. ഈ ആക്രമണങ്ങളുടെ ആദ്യ പ്രത്യാഘാതം ആഗോള ഊർജ്ജ വിതരണ ശൃംഖലയിലാണ് പ്രതിഫലിക്കുക. ഗൾഫ് മേഖല ലോകത്തിലെ എണ്ണയും വാതകവും വിതരണം ചെയ്യുന്ന പ്രധാന കേന്ദ്രമാണ്. അതിനാൽ ഖത്തറിലെ LNG പ്ലാന്റിന് നേരെയുണ്ടായ നാശനഷ്ടം ഏഷ്യയിലെയും യൂറോപ്പിലെയും ഊർജ്ജ വില ഉയരാൻ കാരണമാകാനിടയുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഇറക്കുമതിക്കാരായ രാജ്യങ്ങൾക്ക് ഇത് സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിക്കും. രണ്ടാമതായി ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ അഥവാ GCC രാജ്യങ്ങളുടെ നിലപാട് ശ്രദ്ധേയമാണ്. ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ അംഗരാജ്യങ്ങൾ സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ഒമാൻ, ബഹ്റൈൻ ഇറാന്റെ ഈ നീക്കങ്ങളെ ശക്തമായ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. എങ്കിലും നേരിട്ടുള്ള യുദ്ധത്തിൽ പ്രവേശിക്കാതെ സുരക്ഷ ശക്തിപ്പെടുത്തുകയും അമേരിക്കയുമായി സഹകരണം വർദ്ധിപ്പിക്കുകയും ചെയ്യാനാണ് കൂടുതൽ സാധ്യത എന്നാണ് വിലയിരുത്തുന്നത്. ഇതിനൊപ്പം ഇസ്രായേൽ ഈ സാഹചര്യത്തെ തന്ത്രപരമായി ഉപയോഗിക്കാൻ ശ്രമിച്ചേക്കും. ഇറാന്റെ സ്വാധീനം മേഖലയിൽ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ സൈനികമോ രഹസ്യ പ്രവർത്തനങ്ങളോ ശക്തിപ്പെടുത്താനും സാധ്യതയുണ്ട്. ഇതിനോടകം തന്നെ ഇസ്രായേൽ ഇറാൻ സംഘർഷം പരോക്ഷമായി തുടരുന്നതിനാൽ ഈ സംഭവ വികാസങ്ങൾ തുറന്ന യുദ്ധത്തിലേക്ക് വഴിമാറാനുള്ള സാധ്യതയും നിലനിർത്തുന്നുണ്ട്. അമേരിക്കയുടെ പ്രതികരണവും നിർണായകമാണ്. ഗൾഫ് മേഖലയിൽ അമേരിക്കയ്ക്ക് വൻ സൈനിക സാന്നിധ്യമുണ്ട്. ഊർജ്ജ വിതരണ സുരക്ഷയും മിത്രരാജ്യങ്ങളുടെ സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി അമേരിക്ക ഇടപെടൽ ശക്തിപ്പെടുത്താനും സാധ്യതയുണ്ട്. എന്നാൽ നേരിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെടുന്നത് വലിയ അന്താരാഷ്ട്ര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ നയതന്ത്ര സമ്മർദ്ദവും നിയന്ത്രിത സൈനിക നീക്കങ്ങളുമായിരിക്കും പ്രധാന മാർഗമെന്നാണ് വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിൽ യുദ്ധത്തിന്റെ ഭാവി അനിശ്ചിതത്വത്തിലാണ്. ചെറിയ തോതിലുള്ള ആക്രമണങ്ങൾ തുടർന്നാൽ അത് പ്രോക്സി കോൺഫ്ലിക്ട് രൂപത്തിൽ തുടരാം. എന്നാൽ ഗൾഫ് രാജ്യങ്ങൾ നേരിട്ട് ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിച്ചാൽ ഇതൊരു വ്യാപക യുദ്ധമായി തുടരാൻ സാധ്യതയുണ്ട് എന്നതാണ് വാസ്തവം.